വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബി.ജെ.പിക്ക് ആ മണ്ഡലത്തിലുള്ള സ്വാധീനമാണ്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. 1-2 തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തവണയും ഒരിക്കൽ കൂടി ബി.ജെ.പി അവിടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. അമിതമായ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും ഫലമാകില്ല, പൂവണിയില്ല എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് 8 പഞ്ചായത്തുകൾ ചേർന്നതാണ്. ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ 4 ഡിവിഷനുകളും ഈ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. 2011 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2011 UDF-ന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 5800-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. 2016 വരുമ്പോൾ ആ ഭൂരിപക്ഷം 89 കുറയുന്നുണ്ട്. അക്കാലത്താണ്, ആ വർഷമാണ് UDF ഒരു വലിയ പോരാട്ടം അവിടെ നേരിടേണ്ടി വന്നത്. എന്നാൽ 2016 MLA ആയ PB അബ്ദുൾ റസാഖ് അദ്ദേഹം 2019 മരിക്കുന്നു. തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 7900-ലധികമായിട്ട് ഉയർത്താൻ UDF-ന് സാധിക്കുന്നുണ്ട്. ഈ 2011-ലും 2016-ലും മത്സരിച്ചത് ബി.ജെ.പിക്ക് വേണ്ടി അവിടെ കളത്തിലിറങ്ങിയത് K. സുരേന്ദ്രനായിരുന്നു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മാറി നിന്നു. രവീഷ് ചന്ദ്ര കുണ്ടാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ബി.ജെ.പി രംഗത്തിറക്കിയത്. പക്ഷേ അവിടെ വലിയൊരു തോൽവിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. വീണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ K. സുരേന്ദ്രൻ ഒരിക്കൽ കൂടി അവിടെ രംഗപ്രവേശം ചെയ്യുകയാണ്. വലിയ വിജയപ്രതീക്ഷയുണ്ട് എന്ന ഡയലോഗുമൊക്കെ അടിച്ചാണ് സുരേന്ദ്രൻ അവിടെ എത്തുന്നത്. എന്നാൽ ഏതാണ്ട് 745 വോട്ടുകൾക്ക് അവിടെ സുരേന്ദ്രന് വീണ്ടും പരാജയം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് മഞ്ചേശ്വരത്ത് മാത്രമല്ല, സുരേന്ദ്രൻ വിജയ പ്രതീക്ഷയുമായിട്ട് കോന്നിയിലും മത്സരിച്ചിരുന്നു. അങ്ങനെ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്നുകൊണ്ടാണ് സുരേന്ദ്രൻ 2 തോൽവിയും അവിടെ ഏറ്റുവാങ്ങിയത്. ഇത്തവണ വീണ്ടും K. സുരേന്ദ്രൻ അവിടെ 5 വർഷങ്ങൾക്ക് ശേഷം മഞ്ചേശ്വരത്തേക്ക് എത്തുകയാണ്. പതിവ് പോലെ തന്നെ അവിടെ വിജയപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിജയിച്ചു കളയും എന്നുള്ള ഗീർവാണമൊക്കെ അടിച്ചുകൊണ്ടാണ് ബി.ജെ.പി അവിടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ ബി.ജെ.പിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ കാസർഗോഡ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ML അശ്വിനി തുടക്കം മുതൽ നോട്ടമിട്ടിരുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ അവർ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അവിടെ നടത്തിയിരുന്നു. പലരോടും അവർ ഈ സ്വകാര്യ സന്ദർശനത്തിനും സംഭാഷണത്തിനും ഒക്കെ താനാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആൾക്കാരുമായിട്ട് വോട്ടർമാരുമായിട്ട് സംവദിക്കുമ്പോഴൊക്കെ തന്നെ അവർ ആ ഒരു കാര്യം പങ്കുവെക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഉടനെയാണ് അതിനകത്ത് മാറ്റം വന്നത്. സുരേന്ദ്രനും ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് മറ്റു പല മണ്ഡലങ്ങളിലും വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ ഏറ്റവും ഒടുവിൽ മറ്റു മണ്ഡലമൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം മുൻപ് 3 തവണ മത്സരിച്ചത് കൊണ്ടുമൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ തനിക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്ന് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടേക്ക് പറന്നിറങ്ങുകയാണ്. അങ്ങനെ അവിടെ ML അശ്വിനി ആ സീറ്റ് സ്വപ്നം കണ്ടിരുന്ന ML അശ്വിനിക്ക് ആ സ്വപ്നം തനിക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അതിൽ അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. എന്തായാലും ഇടയ്ക്ക് ML അശ്വിനി തന്നെ ഈ K. സുരേന്ദ്രൻ പ്രചരണ പരിപാടികളൊന്നും പങ്കെടുപ്പിക്കുന്നില്ല, പ്രചരണ പരിപാടികളൊന്നും തന്നെ ജില്ലാ നേതൃത്വത്തെ അറിയിക്കുന്നില്ല എന്ന പരാതിയുമൊക്കെ ആയിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സുരേന്ദ്രൻ അവിടെ വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ട് സുരേന്ദ്രൻ അത്ര അനുകൂലമല്ല. പാർട്ടിക്കുള്ളിൽ പോലും പടലപ്പിണക്കങ്ങളുണ്ട്. പാർട്ടി പ്രവർത്തകർ നേതാക്കൾ മാത്രമല്ല, സാധാരണ അണികൾ ഉൾപ്പെടെ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് 5 വർഷത്തിലൊരിക്കൽ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മാത്രം ഇങ്ങോട്ട് വോട്ട് തേടി വരുന്ന ഒരു നേതാവാണ് K. സുരേന്ദ്രൻ. തോറ്റു കഴിഞ്ഞാൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡ് അവിടെ നിന്ന് സ്ഥലം വിടും. പിന്നീട് അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല. വീണ്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്തെ തിരിഞ്ഞു നോക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ തങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്തവണ വോട്ടില്ല എന്ന് ബി.ജെ.പിയുടെ ഉൾപ്പെടെ അണികൾ മഞ്ചേശ്വരത്ത് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇത്തവണയും കാര്യങ്ങൾ അത്ര പന്തിയല്ല. വലിയൊരു വെല്ലുവിളി, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാളിലും വലിയ വെല്ലുവിളിയാണ് ഇത്തവണ K. സുരേന്ദ്രൻ അവിടെ നേരിടുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 8 പഞ്ചായത്തുകളിലും UDF വലിയ മുന്നേറ്റം നടത്തി. ആ 8 പഞ്ചായത്തുകളുടെയും ഭരണം UDF-ആണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, അത് 4ഉം UDF ജയിച്ചിട്ടുണ്ട്. അതിലൊരു ഡിവിഷൻ, അത്
BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ UDF 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. നോക്കണം, BJPയുടെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്, അട്ടിമറി വിജയമൊന്നുമല്ല. മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 6000 വോട്ടുകൾക്കൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ വലിയൊരു അപ്രമാദിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFനുണ്ട്. ചുരുങ്ങിയതൊരു 10000 വോട്ടിൻ്റെ ഒരു ലീഡ് ഇപ്പോൾ തന്നെ UDFന് അവിടെയുണ്ട്. അവിടെയാണ് BJP വലിയ അവകാശവാദങ്ങളുമായിട്ട് രംഗപ്രവേശം ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ അവിടുത്തെ MLA, സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള AK മഷ്റഫ്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ അവിടെ അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്. ആ AK മഷ്റഫിൻ്റെ ഒരു ജനകീയ അത് UDFന് ഇത്തവണ കൂടുതൽ മുതൽക്കൂട്ടാകും. അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, AK മഷ്റഫിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ അവിടെ UDF വലിയൊരു മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിനായിട്ട് നടത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് 2016-ലെയും 2021-ലെയും ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടിയാണ്. കാരണം ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ ടീം UDF അവിടെ നടത്തുന്നുണ്ട്. BJP സംബന്ധിച്ച് അവിടെ ഈ പറയുന്ന പോലെ ഇരട്ട വോട്ടുകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്നുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടി BJPക്കുണ്ട്. ഇത്തവണ SIR വന്നപ്പോൾ അത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ, BJPക്ക് അനുകൂലമായിട്ടുള്ള ഇരട്ട വോട്ടുകളെല്ലാം തന്നെ വെട്ടിക്കാൻ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പുതിയ വോട്ടുകൾ പരമാവധി ചേർത്തിരിക്കുന്ന UDF ആണ്. അത്തരത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് ക്രിയാത്മകമായിട്ട് മികച്ച രീതിയിൽ UDF അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് UDF അവിടെ ഇത്തവണ യാതൊരു അട്ടിമറിക്കും സാധ്യതയില്ല. മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ 1000% പോലും സാധ്യത ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് AK മഷ്റഫ് ഉൾപ്പെടെയുള്ള UDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവിടെ സാക്ഷ്യം പറയുകയാണ്. അവർക്കതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്, ബോധ്യങ്ങളുമുണ്ട്. കാരണം 2016-ലും 2021-ലെയും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇപ്പോൾ മഞ്ചേശ്വരത്തിനുള്ളത്. അവിടെ പൂർണ്ണമായിട്ടും UDFന്റെ ഒരു കോട്ടയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇറങ്ങി വിജയിച്ച് കളയാം എന്നുള്ള BJPയുടെ മോഹം അത് വ്യാമോഹമായിട്ട് തന്നെ അവശേഷിക്കും. ഒരിക്കൽ കൂടി K. സുരേന്ദ്രന് അവിടെ മഞ്ചേശ്വരത്ത് തോൽവി നേരിടേണ്ടി വരും. അത് നേരത്തെ 2011-ലും 2016-ലും 2021-ലും തോറ്റതുപോലെ ചെറിയ വോട്ടുകൾക്കും നിസ്സാര വോട്ടുകൾക്കായിരിക്കില്ല. വലിയ ഒരു തോൽവി തന്നെയാണ് K. സുരേന്ദ്രനെ അവിടെ കാത്തിരിക്കുന്നത്. അത് അവിടുത്തെ നിലവിലെ UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം BJPക്കുള്ളിൽ K. സുരേന്ദ്രനോടുള്ള ഒരു എതിർപ്പ് കൂടി പ്രകടമാണ്. ജില്ലാ നേതൃത്വം K. സുരേന്ദ്രനോട് അനുകൂലിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അമാന്തം ജില്ലാ നേതൃത്വം കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അണികൾക്കിടയിൽ പോലും K. സുരേന്ദ്രനോട് വലിയ രീതിയിലുള്ളൊരു വെറുപ്പ് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം തോറ്റു കഴിഞ്ഞാൽ ഉടനടി പൊടിയും തട്ടിപ്പോകുന്ന ഒരു വ്യക്തിയാണ് K. സുരേന്ദ്രൻ. പിന്നീട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് മഞ്ചേശ്വരത്തേക്ക് വരികയും അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് വേണ്ട എന്ന് BJPയുടെ പ്രവർത്തകരും അണികളും ഉൾപ്പെടെ പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മഞ്ചേശ്വരത്ത് ഇത്തവണ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം UDFന്റെ ഉറച്ച കോട്ടയായിട്ട് തുടരുക തന്നെ ചെയ്യും. അത് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും UDF അവിടെ വിജയിക്കുക. അതിനുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഉരുത്തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.